ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വ്യാഴാഴ്ചയാണേ. അപ്പോൾ ഇന്നും രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പം ഉണർന്നു. 5:30 ആവാറായപ്പോഴാട്ടോ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ രാവിലെ നീലൂസിന് കൊണ്ടുപോകാനുള്ള ലഞ്ച്, ടിഫിന്, സ്നാക്സ് എല്ലാം റെഡിയാക്കണം. 7 മണിയാകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കണം. അപ്പോൾ അതുകൊണ്ട് 1.5 മണിക്കൂറൊക്കെ ഉണ്ടല്ലോ, അതിനുള്ളിൽ നമുക്ക് റെഡിയാക്കാം. കാരണം ഇന്ന് ചോറ് വെക്കണ്ട, ചോറല്ല ഇന്ന് കൊടുത്തു വിടുന്നത്. ഇന്നലെയും ചോറല്ലായിരുന്നു വിട്ടത്. അപ്പോൾ രാവിലെ ഞാൻ കടലക്കറിക്കുള്ളത് വേവിക്കാനായിട്ട് വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിലോട്ടൊരു സവാള അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അരിഞ്ഞ് ചേർത്തിട്ട് പിന്നെ ഒരു പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. വെള്ളക്കടല ആയതുകൊണ്ട് ഞാനൊരു 3 വിസിലടുപ്പിക്കുന്നുണ്ട്. അപ്പം അത് വേവിക്കാനായിട്ട് വെക്കുന്നു. ഇന്നിനി കൊടുത്തു വിടുന്നത് രാവിലത്തെ സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നത് കാപ്പിയല്ല കേട്ടോ, കൂരവ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാനായിട്ട് കണ്ടുപിടിക്കുന്ന ഐറ്റങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കാരണം ഓരോ ദിവസവും എന്താ പറയുക, എന്നും ഒരേ ആഹാരം തന്നെ കഴിക്കുമ്പോൾ അവന് തന്നെ മടുത്തു പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഹെൽത്തിയും ആയിരിക്കണം, എന്നാൽ എന്താ പറയുക, അവന് ഇഷ്ടപ്പെടുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാലയൊന്നും പൊടിച്ചതില്ലായിരുന്നു, അതൊക്കെ അങ്ങ് പെട്ടെന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. കടലക്കറിക്ക് മസാലയൊക്കെ വേണമല്ലോ. അപ്പോൾ കടല വേവിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് കൂരവ് ഒന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും അതിൽ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ല കൂരവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സപ്ലൈകോയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അത്. അങ്ങനെ അതിലോട്ട് ജാറിലോട്ടാക്കിയിട്ട് ഒരു 2 ഇതിനെന്താണ് പറയുന്നത്, ഡേറ്റ്സ്, ഈന്തപ്പഴം 2 എണ്ണം കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ മധുരം കിട്ടട്ടെന്ന് വിചാരിച്ചു. കൂരവ് മാത്രം ആയിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കാണത്തില്ലല്ലോ. അപ്പം അതിനിടയ്ക്ക് അത് അരച്ച് വെച്ചതിന് ശേഷം ഞാൻ കടലക്കറിക്കുള്ള മസാലകളെല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ തേങ്ങ തിരുമിയിട്ട് അതിലോട്ട് ശർക്കര ചിരണ്ടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കൂരവ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്, കുറുക്കായിട്ടല്ല കൊടുത്തു വിടുന്നത്. ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് ദോശ ചുട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ഫില്ലിങ്സ് വെച്ച് മടക്കി കൊടുത്തു വിടും. നേരത്തെ ഗോതമ്പ് ദോശയിൽ ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതവന് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. എല്ലാം ഹെൽത്തി ആയിട്ട് കൊടുത്തു വിടണമെന്നുണ്ട്. പിന്നെ വൈകിട്ടത്തെ, അതായത് 2:30ക്ക് കഴിക്കാനുള്ളത് കൊടുത്തു വിടുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ആയിരിക്കത്തില്ല. ചില ദിവസങ്ങളിൽ അത് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ചതിരിപ്പില്ല. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു 2:30ക്ക് കഴിക്കാൻ. പക്ഷേ ഫ്രൂട്ട്സ് എല്ലാം തീർന്നു വാങ്ങിച്ചത്. ഇനിയിപ്പം വാങ്ങിക്കണമല്ല. അപ്പം ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വൈകിട്ട് ഞാൻ കേക്കാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. എന്നാലും 2:30ക്കുള്ളത് കഴിക്കാറില്ല. 2:30 വരെയാണ് ഇപ്പോൾ ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് 3 മണിയാകുമ്പോഴത്തേന് ആൾ വീട്ടിലെത്തും. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ബാക്കി കഴിക്കുന്നതൊക്കെ. അപ്പോൾ രാവിലെ കൊടുത്തു വിടുന്നതും ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നതും മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം ദോശ ചുടാനായിട്ട് പോവാം കേട്ടോ. ആദ്യം കൂരവിൻ്റെ ദോശ ചുട്ട് അതങ്ങോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇത് തിരിച്ചിടുന്നില്ല. നമ്മൾ സാധാ ദോശയാണെങ്കിൽ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചല്ലേ എടുക്കുന്നത്. ഇത് ഞാൻ തിരിച്ചിടാതെ ഒന്ന് പരത്തി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് പകുതി ഭാഗത്തോട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ശർക്കരയും കൂടെ ഉള്ള ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് അതിനെ പകുതിയായിട്ട് മടക്കി അങ്ങ് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു നമ്മുടെ രാവിലത്തെ സ്നാക്സ് എന്ന് പറയും. മോർണിംഗ് സ്നാക്സ് കഴിഞ്ഞു. ഇത്രയാണ്. അപ്പോൾ 2 ദോശയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ രണ്ടാമത്തേൽ ഞാനൊരു ശകലം നെയ്യും കൂടി ഒന്ന് തൂവുന്നുണ്ട്. ആ ഒരു നെയ്യുടെ ടേസ്റ്റ്, നെയ്യ് അവന് ഇഷ്ടമാണ്. ദോശ ചുടുമ്പോഴാണേലും നെയ്യ് ഒഴിച്ച് ദോശ ചുട്ടാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കറുമുറാന്നിരിക്കുന്ന ദോശ ഉണ്ടല്ലോ, അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉച്ചക്കലത്തേനുള്ള അരിദോശ ചുടുക. അരിദോശയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കലത്തേന് കൊടുക്കുന്നത്. ഇന്നലെ കൊടുത്തു വിട്ടത് കട്ടിക്കെടുത്ത് നമ്മുടെ തട്ടുദോശ പോലത്തെ നെയ്യ് ഒഴിച്ച ദോശയായിരുന്നു. ഇന്ന് വ്യത്യാസമായിട്ട് നല്ല നൈസായിട്ട് പരത്തി ചുട്ടെടുക്കുന്ന ദോശയാണ് കേട്ടോ. വെറൈറ്റി അല്ലേ. അങ്ങനെ അതിലോട്ടും കുറച്ച് നെയ്യ് അങ്ങോട്ട് തൂവി അങ്ങോട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. മൊരിഞ്ഞ ദോശ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെയാണ് കടലക്കറി കൊടുത്തു വിടുന്നത്, ഈ ദോശയുടെ കൂടെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. കടലക്കറിക്കാണെങ്കിൽ എരിയില്ല. ഇനിയിപ്പം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മിക്കവാറും ചെയ്യത്തില്ല. കാരണം ഇത് എനിക്കിഷ്ടമാണ്.
ഒരു അത്യാവശ്യം കുറച്ച് എരിയൊക്കെ ഉണ്ട് കേട്ടോ. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടതിൻ്റെ ആ ഒരു എരി, ഒരു പച്ചമുളകിൻ്റെ എരിയൊക്കെ ഉണ്ട്, അത് മതി. അപ്പോൾ കടലക്കറിയും റെഡിയായി. കടലക്കറിയിലോട്ട് ആ കുറച്ച് കടല എടുത്ത് ഞാൻ ചൂട് പോക്കിയിട്ട് അരച്ച് ചേർക്കുന്നുണ്ട്, ഒരു കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് കറി. അങ്ങനെ എല്ലാം റെഡിയാക്കി കടലക്കറിയും കൊണ്ടുവന്ന് സെറ്റാക്കി. ഇനിയിപ്പം പാക്ക് ചെയ്താൽ മാത്രം മതി. പാക്കിംഗ് വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അത് ഷോർട്ട് വീഡിയോയിലായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം പാക്ക് ചെയ്യട്ടെ. പാത്രങ്ങളെല്ലാം തുടച്ച് സെറ്റാക്കി വെച്ചു. രാവിലത്തേനുള്ള റാഗി ദോശയും ഉച്ചക്കലത്തേനുള്ള അരിദോശയും എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഒരു മുട്ടയും കൂടെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ദോശയുടെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ കഴിക്കാനുള്ള റാഗി ദോശയ്ക്കകത്ത് കുറച്ച് കടല, വെറും കടല മാത്രം ഒരു കുഞ്ഞു പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം കേട്ടോ. പാത്രങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് കമൻസൊക്കെ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.